കേരള രാഷ്ട്രീയത്തെയും ഭരണകക്ഷിയായ CPM-നെയും ഒരുപോലെ ഉലയ്ക്കുന്ന അതീവ നിർണായകരമായ ഒരു ഉൾപാർട്ടി ചേരിതിരിവിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവിക്ക് പിന്നാലെ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള കലാപ കൊടിയാണ് ഉയരുന്നത്. പിണറായി വിജയന്റെയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെയും നിലപാടുകളെയും നേതൃത്വത്തെയും പരസ്യമായി ചോദ്യം ചെയ്തുകൊണ്ട് പാർട്ടിക്കകത്ത് നേതാക്കളുടെ ഒരു പുതിയ ചേരി തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ്. മുതിർന്ന നേതാവ് MA ബേബിയുടെ പൂർണ്ണമായ അനുഗ്രഹാശിസ്സുകളോടെയാണ് ഈ പുതിയ നീക്കങ്ങൾ നടക്കുന്നത്. പാർട്ടി സെക്രട്ടറിയുടെ കുടുംബത്തിലേക്ക് തന്നെ സ്ഥാനാർത്ഥിത്വം കേന്ദ്രീകരിച്ചാണ് പാർട്ടിക്കുള്ളിൽ വലിയ അതൃപ്തിക്ക് വഴി തുറന്നത്. തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ പാർട്ടിയിലെ കീഴ്ഘടകങ്ങളുടെ അഭിപ്രായങ്ങളെയോ നിർദ്ദേശങ്ങളെയോ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയായ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. ഇത്തരത്തിൽ മാനദണ്ഡങ്ങൾ മറികടന്ന് നടത്തിയ സ്ഥാനാർത്ഥിത്വ നിർണയം വലിയ രീതിയിൽ പിഴച്ചുപോയെന്ന് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഔദ്യോഗികമായി തന്നെ വീഴ്ചയേറ്റു പറഞ്ഞു. തളിപ്പറമ്പിലെ ഈ സ്ഥാനാർത്ഥിത്വ പരാജയത്തിൽ ജില്ലാ കമ്മിറ്റിക്കുണ്ടായ കടുത്ത വീഴ്ച സംസ്ഥാന നേതൃത്വവും ഔദ്യോഗികമായി ശരിവെക്കുകയാണ്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ പരസ്യമായ വീഴ്ച സംബന്ധിച്ച പശ്ചാത്തലം പാർട്ടി സെക്രട്ടറിക്കെതിരെ ഉന്നയിക്കാൻ മുതിർന്ന നേതാക്കൾക്ക് വലിയൊരു അവസരമാണ് നൽകിയത്. തളിപ്പറമ്പിൽ സംഭവിച്ച ഈ വലിയ സംഘടനാപരമായ പിഴവുകൾ കൃത്യമായി വിശദീകരിച്ചുകൊണ്ടാണ് MA ബേബി പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെതിരായ ഉൾപാർട്ടി വിമർശനങ്ങൾക്ക് കനത്ത അടിവരയിട്ടത്. നേതൃത്വത്തിന്റെ അപ്രമാദിത്വമാണ് തോൽവിക്ക് കാരണമെന്ന വികാരം ബേബിയുടെ നിലപാടുകളിലൂടെ ശക്തമായി പുറത്തുവന്നു. തങ്ങൾക്കെതിരെ പാർട്ടിയിൽ പുതിയൊരു ചേരി രൂപപ്പെടുന്നുവെന്ന കൃത്യമായ സൂചന ലഭിച്ചതോടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും MV ഗോവിന്ദനും ഒരേ വേദിയിൽ വെച്ച് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. മലപ്പുറത്ത് വെച്ച് നടന്ന EMSന്റെ ലോകം സംഗീത സെമിനാറിലാണ് ഇതിനായി ഇരു നേതാക്കളും തെരഞ്ഞെടുത്തത്. സെമിനാറിൽ CPM ജനറൽ സെക്രട്ടറി തന്റെ പ്രസംഗം പറഞ്ഞു നിർത്തിയതിന് പിന്നാലെ തങ്ങൾക്കെതിരെ ഉയർന്ന വ്യക്തിപരമായ വിമർശനങ്ങളെ MV ഗോവിന്ദനും പിണറായി വിജയനും ഒരേ സ്വരത്തിൽ വേദിയിൽ വെച്ച് ശക്തമായി തള്ളിപ്പറഞ്ഞു. ഏതെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ച് പ്രത്യേക പരാമർശങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെങ്കിലും പാർട്ടിയുടെ പൊതുവായ സംഘടനാപരമായ ദൗർബല്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് െന്നുമാണ് MV ഗോവിന്ദൻ നൽകിയ വിശദീകരണം. ഇതേ നിലപാട് ആവർത്തിച്ച പിണറായി വിജയനും വ്യക്തിപരമായ വീഴ്ചകൾ ഉണ്ടായെന്ന രീതിയിലുള്ള ഒരു പരാമർശവും ഉണ്ടായിട്ടില്ലെന്ന് എടുത്തു പറഞ്ഞു. CPM-ൽ മുൻപെങ്ങുമില്ലാത്ത വിധം കനത്ത ആഭ്യന്തര പടയൊരുക്കമാണ് ഇപ്പോൾ അണിയറയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. കേവലം ഏതെങ്കിലും ഒരു ജില്ലാ കമ്മിറ്റിയിൽ ഒതുങ്ങുന്ന അസംതൃപ്തി അല്ല ഇത്, മറിച്ച് സംസ്ഥാനത്തിന്റെ നേതൃത്വത്തെ തലപ്പത്തിരിക്കുന്ന പിണറായി വിജയൻ, MV ഗോവിന്ദൻ, അച്യുതണ്ടിനെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ ഒരു പുതിയ ശക്തമായ ചേരി തന്നെ രൂപം കൊണ്ടിരിക്കുന്നു. തോൽവിക്ക് പിന്നാലെ നേതൃത്വമാറ്റവും സംഘടനാപരമായ വലിയ അഴിച്ചുപണിയും ലക്ഷ്യമിട്ട് നീങ്ങുന്ന പുതുചേരിയുടെ മുൻനിരയിലും പിൻനിരയിലും പാർട്ടിയിലെ അതിശക്തരായ നേതാക്കളാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. പാർട്ടിയെ പുതിയ കാലത്തിനനുസരിച്ച് തിരുത്തണമെന്ന വാദവുമായി 3 പ്രമുഖ നേതാക്കളാണ് ഈ ഗ്രൂപ്പിന്റെ മുൻനിരയിൽ പരസ്യമായി നിലയുറപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന തലത്തിലും പാർട്ടി പ്രസിദ്ധീകരണങ്ങളിലും കനത്ത സ്വാധീനമുള്ള P രാജീവ് ഈ പുതിയ നയരൂപീകരണ ചർച്ചകളുടെ പ്രധാന തലച്ചോറാണ്. ധനകാര്യ പദവി കൈകാര്യം ചെയ്ത അനുഭവ സമ്പത്തും പാർട്ടി അണികൾക്കിടയിലെ ജനപ്രീതിയും മുൻനിർത്തി ബാലഗോപാൽ ഈ ചേരിയുടെ ശക്തമായ മുഖമായി മാറുന്നു. സംഘടനയിലൂടെയും ചർച്ചയിലൂടെയും പാർട്ടിയിലെ വലിയൊരു ഭാഗം യുവാക്കളുടെ പിന്തുണ ഉറപ്പാക്കാൻ കഴിയുന്ന സ്വരാജ് ഈ മാറ്റത്തിന്റെ കുന്തമുനയായി. ഔദ്യോഗിക നേതൃത്വത്തിനെ എളുപ്പത്തിൽ വെട്ടിനിരത്താൻ കഴിയാത്ത വിധം പാർട്ടിയിലെ മുതിർന്ന കനത്ത തലപ്പുകളാണ് ഈ പുതുതലമുറയ്ക്ക് പിന്നിൽ അണിനിരന്നിരിക്കുന്നത്. ഇവർക്ക് പുറമെ കണ്ണൂരിൽ നിന്നും സംസ്ഥാന തലത്തു നിന്നും വൻ ജനസ്വാധീനമുള്ള നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ ഈ പുതുചേരിക്ക് പിന്നിൽ താങ്ങി നിർത്തുന്നു. പാർട്ടിക്കുള്ളിൽ ഇത്രയും ശക്തമായൊരു ഗ്രൂപ്പ് രൂപപ്പെട്ടിട്ടുണ്ടെന്നും അവർ വലിയ രീതിയിൽ തങ്ങൾക്കെതിരെ നീങ്ങുന്നുണ്ടെന്നുമുള്ള കൃത്യമായ ഭയം പിണറായി വിജയനും MV ഗോവിന്ദനുമുണ്ട്. ഈ ഭയം കാരണമാണ് പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനങ്ങളിൽ പെട്ടെന്ന് മാറ്റം വരുത്താൻ ഔദ്യോഗിക നേതൃത്വം നിർബന്ധിതരായത്. പാർട്ടിക്കുള്ളിലെ ഈ വൻ അധികാരമാറ്റവും പടയൊരുക്കവും മുൻപിൽ കണ്ടുകൊണ്ടാണ് ആദ്യം പാർട്ടിയിൽ വിപുലമായ രീതിയിൽ ആവശ്യപ്പെട്ടിരുന്ന പ്ലീനം വിളിക്കണമെന്ന നീക്കത്തിൽ നിന്നും ഔദ്യോഗിക നേതൃത്വം തന്ത്രപരമായി പിന്നോട്ട് പോയത്. പ്ലീനം വിളിച്ചാൽ അത് വലിയ ഉൾപാർട്ടി തർക്കങ്ങൾക്കും ഔദ്യോഗിക പക്ഷത്തിന്റെ പതനത്തിനും കാരണമായേക്കാമെന്ന വിലയിരുത്തൽ അതിനെ വെട്ടിച്ചുരുക്കി കേവലം വിപുലീകൃത സംസ്ഥാന സമിതി യോഗം മാത്രമാക്കി ഒതുക്കാനാണ് നിലവിൽ ഔദ്യോഗിക നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടിക്കുള്ളിലെ ഈ വൻ ഭിന്നതയുടെ പ്രതിഫലനങ്ങൾ കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കകത്തും അതീവ നാടകീയമായ രംഗങ്ങൾക്ക് വഴി തുറന്നിരുന്നു. റിപ്പോർട്ടിന്മേലുള്ള കടുത്ത ചർച്ചകൾക്കൊടുവിൽ വരും ദിവസങ്ങളിൽ, അതായത് ഓഗസ്റ്റ് മാസത്തിലാണ് അതീവ നിർണായകരമായ വിപുലീകൃത സംസ്ഥാന സമിതി ചേരുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ നേതൃത്വ ആവശ്യം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും പുതുചേരി ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന അടുത്ത കലാപക്കൊടി വരാനിരിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടിയുടെ അധികാരമാറ്റത്തിൽ വലിയ രീതിയിൽ നിർണായകമാകുമെന്ന് വളരെ ഉറപ്പാണ്.